بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇൽമുൽ മവാരീസ് അനന്തരാവകാശ നിയമം എന്ന് പറയുന്നത് ഒരു മുസ്ലിം അത് പഠിക്കുന്നതിന്റെ മതവിധി എന്ന് പറയുന്നത് ഫർദു കിഫായ, അതായത് മുസ്ലിമീങ്ങളിൽ ആരും പഠിക്കുന്നില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. എന്നാൽ ഒരു സമൂഹത്തിൽ അത് പറഞ്ഞു കൊടുക്കാൻ ആവശ്യമുള്ള അത്രയും ആളുകൾ പഠിച്ചാൽ ബാക്കിയുള്ളവർക്ക് കുറ്റം ഒഴിവാകും. അതാണ് ഫർദു കിഫായ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം അനന്തരാവകാശ നിയമത്തിലെ ചില കാര്യങ്ങൾ അത് എല്ലാവരും യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് നമ്മളുടെ ആമുഖമായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നതൊക്കെ അത്തരത്തിൽ നമ്മൾ എല്ലാവരും അറിയേണ്ട കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ ശേഷമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് എങ്ങനെയാണ് ഈ ഇൽമുൽ മവാരീസ് ഓഹരി വെക്കുന്നത്, അതിന്റെ രീതികൾ എങ്ങനെയെന്നൊക്കെ ഉള്ളത് ഭാഗികമായി നമുക്ക് പഠിക്കാം. അപ്പൊ സ്വാഭാവികമായും അതിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നവരും കൂടുതൽ താല്പര്യമുള്ളവരൊക്കെ ആയ ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു അവസരത്തിൽ വിശദമായി നമുക്ക് പഠിക്കുകയും ചെയ്യാം. കാരണം ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കുന്ന ഒരു സംഗതി അല്ല. എന്നാൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അതാണ് ഇതിൽ നമ്മളുടെ ഇന്നത്തെ ദൗറയുടെ ലക്ഷ്യം. അത് മനസ്സിലാക്കാന്നുള്ളതാണ്. ബാക്കി ഭാഗങ്ങൾ നമ്മൾ പരമാവധി ശ്രമിക്കും. എന്നാലും ഒരിക്കലും നമുക്ക് ഒരു ദിവസത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കി അന്ന് തന്നെ അനന്തരാവകാശം ഓരി വെക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. പക്ഷെ നിങ്ങൾക്കൊരു ഇൻഷാ അല്ലാഹ് ആ വിഷയത്തിലൊരു ബേസ് ഉണ്ടാക്കിയെടുക്കാൻ ഈ ദൗറയിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇൽമുൽ മവാരീസ് അതിന്റെ പ്രാധാന്യം പറയുമ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണമായി പഠിപ്പിച്ച ഇൽമാണ് എന്ത്? ഇൽമുൽ മവാരീസ്. മവാരീസ് എന്ന് പറയുന്നതിന് മറ്റൊരു പേര് ഫറായിദ് എന്നാണ്. ഫറായിദ്, ഫർദ്, ഫറായിദ് എന്നുള്ളത് അതിന് അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യം എന്നും അർത്ഥമുണ്ട്. ഫരീദതൻ മിനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഫർളാക്കിയ, നിയമമാക്കിയ, നിർബന്ധമാക്കിയ കാര്യം എന്ന ഈ കാര്യത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നതുമാണ്. അപ്പൊ അനന്തരാവകാശ നിയമത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒന്ന് ഇൽമുൽ ഫറായിദ്, അതിന്റെ താരിഫ്. ഏതൊരു ഇൽമിനെ നമ്മൾ പഠിക്കുമ്പോഴും അതിന്റെ നിർവചനമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൽമുൽ ഫറായിദ് എന്നുള്ളത് ഹുവ ഇൽമുൻ യുഅറഫു ബിഹി മൻ യരിസ് വമൻ ലാ യരിസ് വമിഖ്ദാറു മാലി കുല്ലി വാരിസ്. ഈ ഇൽമിലൂടെയാണ് ഓരോരുത്തർക്കും എത്രയാണ്, ആരൊക്കെയാണ് അനന്തരം എടുക്കുന്നത്, അനന്തരം ലഭിക്കാതെ പോകുന്നത് ആർക്കെല്ലാം ആയിരിക്കും, അഥവാ അനന്തരാവകാശത്തിന് അർഹതയില്ലാത്തവരാരൊക്കെ, അതുപോലെ തന്നെ ഓരോരുത്തർക്കും അർഹിക്കുന്ന വിഹിതം എത്ര, ആരാണ് അവകാശി, അവകാശി അല്ലാത്തവരാരൊക്കെ, അതുപോലെ തന്നെ ഓരോരുത്തർക്കുമുള്ള വിഹിതം എത്ര, ഇത് ചർച്ച ചെയ്യുന്നതാണ് എന്ത്? അനന്തരാവകാശ നിയമം എന്ന് പറയുന്നത്. ഈ അനന്തരാവകാശ നിയമം പഠിക്കുന്നതിന്റെ വിധി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫർദു കിഫായ. അപ്പൊ ഒരു ഇൽമ് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളണമല്ലോ. അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഫർദു കിഫായ, അഥവാ ഒരു സമൂഹത്തിൽ ആ സമൂഹത്തിൽ ആവശ്യമായ ഒരു പറ്റം ആളുകളെങ്കിലും ഇതെന്ത് ചെയ്യണം, നിർബന്ധമായും പഠിച്ചിരിക്കണം. മയ്യത്ത് നമസ്കാരം പോലെ ആരും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. എന്നാൽ കുറച്ച് ആളുകൾ ആ ബാധ്യത നിർവഹിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കുറ്റം ഒഴിവാകും. പക്ഷെ അവർക്ക് എന്ത് കിട്ടൂല? കൂലി കിട്ടൂല. അപ്പൊ ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്നല്ല അതിന്റെ അർത്ഥം. പഠിക്കുന്നവർക്ക് എന്ത് കിട്ടുള്ളൂ? ഈ ഫضല് കിട്ടുള്ളൂ. മാത്രമല്ല ഫർളാക്കിയ ഏത് കാര്യങ്ങൾക്കും വലിയ ശ്രേഷ്ഠതയുണ്ട്. അപ്പൊ ഇൽമിൽ വെച്ച് അള്ളാഹു പഠിക്കൽ ഫർളാക്കിയ ഒരു ഇൽമാണെങ്കിൽ ആ ഇൽമു പഠിക്കുന്നതിന് എന്തുണ്ടാവും? വലിയ ശ്രേഷ്ഠത ഉണ്ടാവും. അപ്പം ഇൽമുകളിൽ വെച്ച് തന്നെ അങ്ങേയറ്റം മഹത്വമുള്ള ഒന്നാണ് ഇൽമുൽ ഫറായിദ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ
ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ, ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ആ ഹദീസിന്റെ സ്വീകാര്യതയിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. എങ്കിലും അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒന്ന്, ആളുകളിൽ നിന്ന് ആദ്യം ഉയർത്തപ്പെടുന്ന അറിവ് എന്തായിരിക്കും? അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട അറിവായിരിക്കും. ഹദീസ് സാബിത്താണോ അല്ല എന്നുള്ളതിന് അപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വസ്തുതയാണ്. കാരണം എന്താ? മറ്റുള്ള വിഷയങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു നാട്ടിൽ അനന്തരാവകാശം അറിയുന്നവർ എല്ലാവരും ഉണ്ടാവില്ല, വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പഠിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരല്പസമയം അതിനു വേണ്ടിയിട്ട് ഇരിക്കാം. ഇതിൽ നമുക്ക് മലയാളികൾ എന്ന നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടാണ്. അത് ഇതിന്റെ കൂടെ പറയേണ്ട ഒരു സംഗതി. ഫറദിയുൽ മദീന, മദീനയിലെ അനന്തരാവകാശ പണ്ഡിതൻ എന്നറിയപ്പെട്ട വ്യക്തിയായിരുന്നു ആര്? അബ്ദുസ്സമദ് ഖാത്തിബ് റഹിമഹുള്ള. കെ മൗലവിയുടെ മകനായിരുന്നു. അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്കറിയാം, അദ്ദേഹത്തെ സൗദി അറേബ്യയിലേക്ക് പഠിക്കാൻ വേണ്ടി, പഠനത്തിന് വേണ്ടിയിട്ട് കെ മൗലവി പറഞ്ഞയച്ചതാണ്. ഇവിടെ വലിയ വലിയ പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹം പഠിച്ചു എന്ന് മാത്രമല്ല, സത്യത്തിൽ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന അനവധി പണ്ഡിതന്മാരുടെ ഉസ്താദാണ് ആര്? അബ്ദുസ്സമദ് ഖാത്തിബ് റഹിമഹുള്ള. ഇപ്പൊ കുവൈത്തിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു, ദക്തൂർ ഫലാഹ് ഇസ്മായിൽ മന്തക്കാർ. അദ്ദേഹം മരണപ്പെട്ടു, അല്ലാഹു യർഹമു. അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു അബ്ദുസ്സമദ് ഖാത്തിബിനെ കുറിച്ച്. ഇപ്പൊ എപ്പം നമ്മൾ അദ്ദേഹത്തെ ചെന്ന് കണ്ടാലും ഇന്ത്യക്കാരെന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറയാ ഉസ്താദ് അബ്ദുസ്സമദ് ഖാത്തിബിനെ കുറിച്ചിട്ടാണ്. അപ്പോ ഒരു സംഭവം പറഞ്ഞത്, മദീനത്തെ പള്ളിയിൽ അദ്ദേഹത്തിന്റെ ദർസ് അദ്ദേഹം ഒരു നിലക്ക് ഒഴിവാക്കൂല. അതിന്റെ ഒരു ഉദാഹരണം മൂപ്പര് പറയാം. ഒരു ദിവസം ഷേഖിന്റെ ഒരു കുട്ടി എന്ത് ചെയ്തു? അന്ന് മരണപ്പെട്ടു. അന്ന് അസർ നമസ്കാരത്തിനാണ് എന്ത് ചെയ്യുന്നത്? മറവ് ചെയ്യുന്നത്. അങ്ങനെ മറവ് ചെയ്തപ്പോൾ ബാക്കിയുള്ള കുട്ടികളോടൊക്കെ, അഥവാ ദർസിൽ പങ്കെടുക്കുന്നവരോടൊക്കെ ഷെയ്ഖ് ഫലാഹ് എന്ത് ചെയ്ത്, മൂപ്പരുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഷെയ്ഖിന്റെ കുട്ടി മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് ദർസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ദർസ് ക്യാൻസൽ. അങ്ങനെ വൈകുന്നേരം ഈ ദർസിന്റെ സമയമായപ്പം അബ്ദുസ്സമദ് ഖാത്തിബ് എവിടെ വന്നു? മദീനത്തെ പള്ളിയിൽ ദർസിന്റെ അവിടെ വന്ന് നോക്കുമ്പോൾ സാധാരണ മൂപ്പര് ദർസ് പങ്കെടുക്കുന്ന കുട്ടികളൊന്നും കാണുന്നില്ല. അപ്പൊ ഷെയ്ഖ് ഫലാഹിനോട് ചോദിച്ചു, എന്തായി, എല്ലാവരും എവിടെ പോയി? അപ്പൊ ഇന്ന് നിങ്ങളെ മകൻ മരണപ്പെട്ടോണ്ട് ദർസ് ഉണ്ടാവില്ല എന്ന് ഞാന് അവരോട് പറഞ്ഞോണ്ട് അവര് വരാതിരുന്നത്. അപ്പോ ഷെയ്ഖ് അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ്. ഒരു ഏകദേശം എണ്ണ എത്ര കൃത്യമാണോ ഞാൻ അദ്ദേഹത്തിന്റെ മക്കളോട് ചോദിച്ചു, അവർക്കും അറിയില്ല എണ്ണം കൃത്യമാണോ എന്നുള്ളത്. ഏതായാലും എനിക്ക് ഒരുപാട് മക്കൾ മരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയാൻ. അന്നൊക്കെ ഞാൻ അവരെ അവിടെ മറവ് ചെയ്തു, എന്റെ ദർസ് ഇവിടെ നടന്നു, ഇന്ന് വരെ ആ ദർസ് അതിന്റെ പേരിൽ ഞാൻ മുടക്കിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കാണാൻ സാധിക്കും. ഏതായാലും അദ്ദേഹത്തിന്റെ കിതാബുൽ ഫറായിദ് എന്ന് പറയുന്ന ഗ്രന്ഥം ഇന്നും ലോകത്ത് പ്രശസ്തമായ ഒരുപാട് ജാമ്യകളിൽ അത് എന്ത് ചെയ്യുന്നു? റെഫറൻസ് ആയി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ആര്? അബ്ദുസ്സമദ് ഖാത്തിബ് റഹിമഹുള്ള. അപ്പൊ നമുക്ക് ഇതിന് കുറച്ചും കൂടെ ബാധ്യത ഉണ്ട്. അതായത് നമ്മളിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിമാനത്തോടു കൂടി പഠിക്കേണ്ട ഒരു ഇൽമും കൂടിയാണിത്. കാരണം ലോകത്ത് തന്നെ അതിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനായി വന്നത് നമ്മൾക്ക് ഏറെ സുപരിചിതനായ അബ്ദുസ്സമദ് ഖാത്തിബ് റഹിമഹുള്ളയാണ്. ഇനി നമ്മൾ അനന്തരാവകാശ നിയമങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഏതാനും ആയത്തുകളുണ്ട്. സൂറത്തുൻ നിസായിലെ 7, 11, 12 ഇതിലാണ് നിയമങ്ങളുള്ളത്. 13ഉം 14ഉം അതായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അതായത് 11 മുതൽ 14 വരെ, 7ാമത്തെ ആയത്ത്, പിന്നെ 11 മുതൽ 14 വരെ, അതേപോലെ തന്നെ 176. ഇതാണ് അനന്തരാവകാശ നിയമങ്ങൾ പഠിപ്പിക്കുന്ന വചനങ്ങൾ. ഈ ആയത്തുകൾ മതിയോ? അനന്തരാവകാശം ഓരി വെക്കാൻ ഈ ആയത്തുകൾ മതി. ഈ ആയത്തുകൾ മതി. ഈ ആയത്തുകളെ എങ്ങനെയാണ് പ്രായോഗിക തലത്തിൽ ഓഹരി വെക്കാൻ ഉപയോഗിക്കേണ്ടത് എന്ന് ആര് പഠിപ്പിച്ചിട്ടുണ്ട്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. قال الله عز وجل للرجال نصيب مما ترك الوالدان والأقربون وللنساء نصيب مما ترك الوالدان والأقربون مما قل منه أو كثر نصيبا مفروضا. പുരുഷന്മാർക്ക്
അവർക്ക് അവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളോ വിട്ടേച്ചു പോയതിൽ പുരുഷന്മാർക്ക് നസീബുണ്ട്, അതുപോലെ സ്ത്രീകൾക്കും നസീബുണ്ട്. മാത്രമല്ല അത് കൂടുതലാകട്ടെ കുറവാവട്ടെ ഓരോരുത്തർക്കും കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ച മഫ്റൂദായ റബ്ബ് തീരുമാനിച്ച ഒരു നസീബ് അവർക്കുണ്ട്. അപ്പൊ ഇവിടെ ഇത് ഫർളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ഓരോരുത്തർക്കും എത്രയാണ് എന്നുള്ളത് റബ്ബിന്റെ തീരുമാനമാണ്. അത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ ഒരാൾക്കും അധികാരമില്ല. അതുപോലെ തന്നെ സൂറത്തുൽ നിസായിൽ 11-ാമത്തെ വചനം, യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. ലിദ്ദകരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, പുരുഷനും സ്ത്രീ ഒരാൾക്ക് ആണും പെണ്ണും മക്കളായി ഉണ്ടെങ്കിൽ പിന്നെ ലിദ്ദകരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, പുരുഷന് സ്ത്രീയുടെ ഇരട്ടി എന്ന രൂപത്തിൽ, അഥവാ 2 സ്ത്രീകളുടെ ഓഹരി ഒരു പുരുഷന് എന്ന രൂപത്തിൽ. ഫഇൻ കുന്ന നിസാഅൻ ഫൗക സ്നതൈനി ഫലഹുന്ന സുലുസ മാ തറക്, ഇനി ആൺകുട്ടിയില്ല എന്നാൽ ഒന്നിൽ കൂടുതൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് സുലുസ, 3 സ്വത്തിന്റെ 3/2 ലഭിക്കും. വഇൻ കാനത് വാഹിദതൻ, എന്നാൽ ഒരു പെൺകുട്ടി മാത്രമേ ഒരാൾക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ആൺകുട്ടിയില്ല, ആൺകുട്ടിയുള്ള കേസ് ആദ്യം പറഞ്ഞു. അപ്പം വഇൻ കാനത് വാഹിദതൻ, ഒരൊറ്റ മകളാണ് എങ്കിൽ ഫലഹൻ നിസ്ഫു, അവൾക്ക് സ്വത്തിന്റെ പകുതി ലഭിക്കും. ولأبويه لكل واحد منهما السدس مما ترك إن كان له ولد, മരണപ്പെട്ട വ്യക്തിക്ക് മക്കൾ ഉണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് 1/6 വീതമായിരിക്കും ലഭിക്കുക. മരിച്ചാക്ക് മക്കളുണ്ടെങ്കിൽ, മക്കൾ എന്ന ഗണത്തിൽപ്പെടുന്നവരുണ്ടെങ്കിൽ. فإن لم يكن له ولد, മരണപ്പെട്ട വ്യക്തിക്ക് മക്കളില്ല എങ്കിൽ وورثه أبواه, മാതാപിതാക്കൾ അനന്തരം എടുക്കുന്ന അവസ്ഥയിൽ അഥവാ അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആണെങ്കിൽ ഫലി ഉമ്മിഹി സുലുസ്, ഉമ്മക്ക് 1/3. അപ്പൊ വാപ്പക്കോ, ബാക്കിയുള്ള മൊത്തം വാപ്പക്ക്. മനസ്സിലായ? വാപ്പനെ കുറിച്ച് അവിടെ പറഞ്ഞില്ലല്ലോ, കാരണം ഉമ്മന്റെ പറഞ്ഞ് ബാക്കിയുള്ള പിന്നെ ആർക്കാണ്? വാപ്പക്കാണ്. കാരണം ഒരു 2 ആളല്ലേ ഉള്ളൂ, മക്കളില്ലല്ലോ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി ഫൈൻ കാന ലഹു ഇഖ്വത്തുൻ, ഇനി അയാൾക്ക് സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ഫലി ഉമ്മിഹി സുദുസ്, മരണപ്പെട്ട വ്യക്തിക്ക് സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ഉമ്മക്ക് എത്ര ഉണ്ടാവും? 1/6 മാറും. മിൻ ബഅദി വസിയത്തി യൂസി ബിഹാ ഔ ദൈൻ, അത് നിങ്ങൾ കണക്കാക്കേണ്ടത് അദ്ദേഹം ചെയ്തു വെച്ച വല്ല വസിയത്തുണ്ടെങ്കിൽ ആ വസിയത്തിന് ശേഷം, അതുപോലെ കടം വീട്ടേണ്ടതുണ്ടെങ്കിൽ അത് വീട്ടിയതിന് ശേഷം അനന്തര ഓഹരി വെക്കാൻ പാടുള്ളൂ. ഓക്കെ. ഇനി ഇതേപോലെ ഭാര്യയും ഭർത്താവും പരസ്പരം അനന്തരം എടുക്കുന്ന വിഷയത്തെ കുറിച്ചിട്ട് 12-ാമത്തെ ആയത്തിൽ പറയുന്നു. പിന്നെ ബാക്കിയുള്ളത് അത് അനുസരിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ്. അതിന്റെ മീനിങ് ഞാൻ നിങ്ങൾക്ക് നോട്ടിൽ തന്നിട്ട് നിങ്ങൾ ഒഴിവ് പോലെ അത് വായിച്ച് പഠിക്കണം. നിർബന്ധമായിട്ടും വായിക്കണം. അതുപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം കലാല എന്ന് പറയുന്ന അസ്ലു വാരിസോ ഫറഉ വാരിസ്, അതായത് അയാളുടെ വാപ്പ എന്ന ഗണത്തിൽ പറയാവുന്നവരോ മക്കൾ എന്ന ഗണത്തിൽ പറയാവുന്നവരോ ഇല്ലാതെ സഹോദരങ്ങളുമായി മരണപ്പെടുന്ന ഒരാളുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയുന്നു. 176-ാമത്തെ വചനത്തിൽ പറയുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. ഒരാൾ മരിച്ചാൽ ഇത് നമ്മൾ അടിസ്ഥാനപരമായി അറിയേണ്ട വിഷയം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ വിട്ടുപോയ സമ്പത്തുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? ആള് മരണപ്പെട്ടു, അയാളുടെ സമ്പത്തുണ്ട്, ആ സമ്പത്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾ ആ സമ്പത്തുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ബാധ്യതകൾ, കടമകൾ എന്താണ്? ഒന്നാമത്തെ കാര്യം, മരണാനന്തര കർമ്മങ്ങൾക്ക് ആവശ്യമായത് അതിൽ നിന്ന് നീക്കി വെക്കണം. അതിനാണ് പറയുന്നത് തെജ്ഹീസി, മയ്യത്തിനെ തെജ്ഹീസ് ചെയ്യാനും അതിന്റെ കഫൻ, അതിന്റെ ദഫൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് ആവശ്യമായ തുക അതിൽ നിന്ന് നീക്കി വെക്കണം. അത് അയാളുടെ ധനത്തിൽ നിന്നാവണം നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. മക്കൾക്കോ മറ്റോ ആൾക്ക് എന്ത് ഏറ്റെടുക്കാം. പക്ഷെ അയാളുടെ ധനത്തിൽ നിന്നാവുകയാണെങ്കിൽ അത് ഖൈർ. ഒരാളെ സംബന്ധിച്ച് ചിലപ്പോൾ അയാൾ മറ്റൊരാളിൽ നിന്ന് ധനം സ്വീകരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അയാൾ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. അല്ലാഹു തആല. പക്ഷെ അത് വേണമെങ്കിൽ ഇപ്പോൾ ചിലപ്പം എന്ത് ചെയ്യും, ചിലപ്പോൾ അത് ഗവൺമെന്റ് ഏറ്റെടുക്കും. ചില നാടുകളിൽ, ഇവിടെയൊക്കെ ആണെങ്കിൽ അത് ഗവൺമെന്റാ ചെയ്യും. ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മക്കള് അത് ഏറ്റെടുത്ത് ചെയ്യും. അതിന് കുഴപ്പമുണ്ടോ? അതിന് കുഴപ്പമൊന്നുമില്ല. അത് അയാളുടെ സ്വത്ത് തന്നെ ആവണം നിർബന്ധമൊന്നും ഇല്ല. പക്ഷേ
അയാളുടെ സ്വത്ത് മുഴുവൻ ആളുകൾ ഓഹരി വെക്കുന്നു. അയാളുടെ മരണാനന്തര കർമ്മങ്ങൾക്ക് പോലും ഇവിടെ പണമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ല. അതായത് ആളുകൾ എല്ലാവരും സ്വത്തൊക്കെ ഒലിച്ചെടുക്കുന്നു, പക്ഷെ ഇയാളെ മരണാനന്തര കർമ്മങ്ങൾക്കുള്ള ചെലവ് പോലും കൊടുക്കാനുള്ള പണം ഇവിടെ ഇല്ല, ആരും ഏറ്റെടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവോ ഒരാളുടെ ജീവിതത്തിൽ? ഉണ്ടാവില്ല. കാരണം അനന്തര സ്വത്തൊക്കെ ഓഹരി വെക്കുന്നതിന് മുന്നേ ആദ്യത്തെ ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനാ? മരണാനന്തര കർമ്മങ്ങൾക്ക്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ മറവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. കാരണം വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു. അത് ജീവിച്ചിരിക്കുന്ന വേളയിലാണെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാലാണെങ്കിലും കൃത്യമായും ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാളോട് കാണിക്കേണ്ട ആദരവും, ഈ മരണപ്പെട്ട് കഴിഞ്ഞാലും ഏതൊക്കെ അർത്ഥത്തിൽ ആ മയ്യത്തിനോട് കാണിക്കേണ്ട ആദരവും കൃത്യമായി ഷറാൻ ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്ത് ഓഹരി വെക്കപ്പെടുകയും മരണാനന്തര കർമ്മങ്ങൾക്ക് പണം തികയാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെ ഷറായിൽ പാടില്ല എന്നുള്ളത് കൊണ്ട് ആദ്യത്തെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് മരണാനന്തര കർമ്മങ്ങൾക്കാണ്. അതൊരാൾ ആരെങ്കിലും ഒരാൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. 2, സാമ്പത്തിക ബാധ്യതകൾ വീട്ടണം. രണ്ടാമത്തെ സംഗതി, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് പ്രയോറിറ്റി എന്താ? കടം വീട്ടണം. നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്യണേ. കടം എന്ന് പറഞ്ഞാൽ 2 രൂപത്തിലുള്ള കടമുണ്ട്. എന്താ അങ്ങനെ പറഞ്ഞാൽ? ഒന്ന് മനുഷ്യർ പരസ്പരമുള്ള കടങ്ങൾ, മറ്റൊന്ന് അള്ളാഹുവിനുള്ള കടം, അള്ളാഹുവോടുള്ള ബാധ്യതകൾ, കടങ്ങൾ. 2 കടങ്ങളാണ് ഉണ്ടാവുക. ഒന്നാമത്തെ കടം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതിന് പ്രയോറിറ്റി കൊടുക്കും? പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുണ്ട്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉഖ്ദുല്ലാഹ് ഫല്ലാഹു അഹഖു ബിൽ ഖദാ, മറ്റൊരു റിവായത്ത് അഹഖു ബിൽ വഫാ. നിങ്ങൾ അള്ളാഹുവിന്റെ കടങ്ങൾ വീട്ടുക, വീട്ടപ്പെടാൻ ഏറ്റവും അർഹമായത് അള്ളാഹുവിന്റെ കടങ്ങൾ അത്രേ എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്തിനാ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്? അള്ളാഹിന്റെ കടങ്ങൾക്കാന്ന് പറഞ്ഞു. എന്നാൽ ഫുഖഹാക്കളിൽ നല്ലൊരു വിഭാഗം പറഞ്ഞു മനുഷ്യർ പരസ്പരമുള്ള ഇടപാടുകൾ ആര് പുറത്തരുകയില്ല? അള്ളാഹു പുറത്തരുകയില്ല. എന്നാൽ അള്ളാഹുവുമായിട്ടുള്ള ഇടപാടുകൾ ഒരാൾക്ക് നിർവഹിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ ആര് പുറത്തു കൊടുക്കും? അള്ളാഹു താല പുറത്തു കൊടുക്കും. അപ്പൊ ഒന്ന് പൊറുക്കപ്പെടാൻ സാധ്യതയുള്ളതും ഒന്ന് പൊറുക്കപ്പെടുകയില്ല എന്ന് അള്ളാഹു തീർത്തു പറഞ്ഞതുമാണ്. ഏതിനാ അപ്പൊ മുൻഗണന കൊടുക്കേണ്ടി? പൊറുക്കപ്പെടൂല എന്ന് ഉറപ്പുള്ള സംഗതിക്കാൻ മുൻഗണന കൊടുക്കേണ്ടത്. അപ്പൊ പണ്ഡിതന്മാര് പറഞ്ഞു, ഒന്ന് ആളുകൾ പരസ്പരമുള്ള ബാധ്യതകൾ, ഹുഖൂഖുൽ ഇബാദ് മബ്നിയത്തുൻ അലൽ മുശാഹഹ, വ്യക്തികൾ പരസ്പരമുള്ളതായ അവരുടെ ഇടപാടുകൾ തർക്കത്തിൽ അധിഷ്ഠിതമാണ്. അതായത് സാധാരണ നിലക്ക് മനുഷ്യൻ ചിലപ്പോൾ വിട്ടുകൊടുത്തില്ല എന്ന് വരും. അപ്പൊ ആ മനുഷ്യൻ വിട്ടുകൊടുത്തില്ലെങ്കിൽ അള്ളാഹു താല ഒരിക്കലും അത് എന്ത് ചെയ്യൂല? വിട്ടുകൊടുക്കുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളുടെ കടങ്ങളൊക്കെ നിങ്ങൾ മരണപ്പെട്ടു പോകുന്നതിന് മുന്നേ വീട്ടുക. കാരണം ദീനാറും ദിർഹമുമല്ല യൗമൽ ഖിയാമ ഫഇന്നമാ ബിൽ ഹസനാതി വസ്സയ്യാത്ത്, അന്ത്യദിനത്തിൽ അത് ഹസനാത്തുകൾ കൊണ്ട് സയ്യാത്തുകൾ കൊണ്ടുമാണ് കടം വീട്ടപ്പെടുക. അതുകൊണ്ടൊക്കെ ഇവിടെ വെച്ചിട്ട് തന്നെ വീട്ടുക എന്ന് പറഞ്ഞു. മാത്രമല്ല ഒരുപാട് ഹദീസുകൾ. ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരുന്നു. എന്നിട്ട് ഇങ്ങനെ ശിരസ് ഉയർത്തി സുബ്ഹാനല്ലാഹ് 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. നെറ്റിത്തടത്തിൽ കൈവച്ചു, വിയർത്തു. അപ്പൊ സ്വഹാബാക്കൾ പേടിച്ച് എന്താണ് മാ അൻസലല്ലാഹു മിനത് തശ്ദീദ്, അള്ളാഹു എത്ര കഠിനമായ നിയമമാണ് ഇറക്കിയിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ അതെന്താന്ന് ചോദിക്കാൻ പോലും ധൈര്യപ്പെട്ടില്ല. പിറ്റേ ദിവസം അവർ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലിനെ, ഇന്നലെ എന്ത് നിയമമാണ് അള്ളാഹു ഇറക്കിയത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് അള്ളാഹു അയാളെ ജനിപ്പിച്ചു, എന്നിട്ട് അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടു, വീണ്ടും അള്ളാഹു ജീവൻ കൊടുത്തു, വീണ്ടും അള്ളാഹിന്റെ മാർഗത്തിൽ അയാൾ കൊല്ലപ്പെട്ടു, വീണ്ടും അയാൾ ജീവിച്ചു, അള്ളാഹിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടാൽ പോലും അവന്റെ കടം അള്ളാഹു എന്ത് ചെയ്യൂല? അവനെല്ലാം പുറത്തു കൊടുക്കും, കടമൊഴികെ. ഒരു ഷഹീദിനെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കും. ഏതൊഴികെ? കടമൊഴികെ. ഇപ്പൊ കടം എന്താണ്? വളരെ ഗൗരവമുള്ള വിഷയമാണ്. മാത്രമല്ല ഒരു റിപ്പോർട്ട് കാണാൻ ഫി അവ്വലി ഖത്റത്തിൻ മിൻ ദമി,
ആദ്യത്തെ രക്തത്തുള്ളി ഉറ്റുമ്പോൾ തന്നെ ഷഹീദിന്റെ എല്ലാം പൊറുക്കപ്പെടും. ഇല്ലന്തേ, ഏതൊഴികെ? കടമൊഴികെ. മാത്രമല്ല ആ ഹദീസിൽ ദമ്പ് എന്ന് പറഞ്ഞു. അപ്പം വീട്ടാൻ വേണ്ടി ഒരു മനുഷ്യൻ പരിശ്രമിക്കാതെ പോയ കടം എന്താണ്? ദമ്പാണ്, പാപമാണ്. അതായത് ഒരാള് കടണ്ട്, ആ കടം വീട്ടാൻ വേണ്ടി അയാൾ പരിശ്രമിക്കുന്നവനായിരിക്കെ മരണപ്പെട്ടാൽ അത് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ്. അള്ളാഹു അത് എങ്ങനെയെങ്കിലും ഇവിടെ അത് വീട്ടപ്പെടും. അത് റബ്ബ് ഏറ്റെടുത്ത കാര്യം. അയാൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് വീട്ടാൻ വേണ്ടിയിട്ട്, പരമാവധി അയാൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ വീട്ടാൻ വേണ്ടി പരിശ്രമിക്കാത്ത മൂപ്പരെല്ലാ കാര്യവും നടക്കുന്നുണ്ടോ, കടം വീട്ടുന്നത് അത് മാത്രം നടക്കൂല. അങ്ങനത്തെ ആൾക്കാരുണ്ടോ? അപ്പോ അങ്ങനെയുള്ള ചിലപ്പോ കടം കൊടുത്തവൻ ഇയാളെക്കാളും ഞെരുങ്ങിയാവും ജീവിക്കണത്, അതുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അത് വീട്ടാൻ സാധിക്കുമായിരുന്നിട്ടും പരിശ്രമിക്കാതെ മരണപ്പെടുന്നവൻ അവൻ അക്രമിയാണ്, ദുൽമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ കടങ്ങൾ എന്ത് ചെയ്യണം? വീട്ടപ്പെടണം. ഇതിൽ കടത്തിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, കടം നിർബന്ധമായിട്ട് എഴുതിയേക്കണം. എഴുതി വെച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സ്വത്തൊക്കെ എല്ലാവരും ഓരി വെക്കും, കട അവിടെ ഉണ്ടാവും, അവിടെ ഉണ്ടാവും, ആരും അത് തിരിഞ്ഞു നോക്കൂല. മാത്രമല്ല, കടം എഴുതി വെക്കുന്നത് അത് തിരികെ കൊടുക്കാൻ അയാൾ ഉദ്ദേശിക്കുന്നവനാണ് എന്നതിനുള്ള സൂചന എഴുതി വെക്കൽ. അപ്പൊ കടം നിർബന്ധമായിട്ട് നമ്മൾ എഴുതി വെക്കണം. അതൊരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? സംഖ്യ അങ്ങോട്ടും മാറും ഇങ്ങോട്ടും മാറും, മറക്കും എത്ര കൊടുക്കാനുള്ളത്. അപ്പൊ അയാൾ പറയും ഇത്രല്ല. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തർക്കത്തിനുള്ള സാധ്യത എന്താവും? ഒഴിവാണ്. അതുകൊണ്ട് അത് എഴുതാം. ഈ കട എഴുതുന്നതുമായി ബന്ധപ്പെട്ട് നിർബന്ധമായൊരു വസിയത്തുണ്ട്. ലാ യബീതന്ന അഹദുക്കും അക്സറ മിൻ ലൈലതൈനി ഇല്ലാ വസിയതുഹു മക്തൂബത്തുൻ ഇൻദ റഅസി. തന്റെ വസിയത്ത് തലയണക്കരികിൽ അല്ലെങ്കിൽ തലക്കരികിൽ എഴുതി വെച്ചിട്ടല്ലാതെ 2 രാവുകളിൽ കൂടുതൽ നിങ്ങൾ അന്തിയുറങ്ങരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസുണ്ട്. കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ഹദീസിൽ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള അവകാശങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. അതാണ് ആ ഉദ്ദേശിച്ച വസിയത്ത് എന്ന് പറയുന്നത്. നിർബന്ധമായിട്ട് എഴുതി വെക്കേണ്ടത്, ബാധ്യതകൾ എഴുതി വെക്കണം. അപ്പം കടം ഒരാൾ എഴുതി വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ, മൻ അഖദ അംവാലൻ നാസി യുരീദു അദാഅഹ അദ്ദല്ലാഹു അൻഹു ഔ അർളാ ഗരീമഹു. ഒരാൾ കടം വാങ്ങിക്കുന്ന സമയത്ത് തിരികെ കൊടുക്കണം എന്നുള്ള നിയത്ത് വാങ്ങിച്ചതാണെങ്കിൽ, ഒന്നുകിൽ അള്ളാഹ് അവന് വീട്ടാള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അവിടെ വീട്ടാള തൗഫീഖ് നൽകും അല്ല പറഞ്ഞത്, അള്ളാഹു അവന് വേണ്ടിയത് വീട്ടുന്ന പറഞ്ഞത് ഹദീസിൽ. അദ്ദല്ലാഹു അൻഹു, അവന് വേണ്ടി ആ കടത്തെ ആര് വീട്ടും? അള്ളാഹു വീട്ടും. ഔ അർളാ ഗരീമഹു, അല്ലെങ്കിൽ ആർക്കാണോ ആ കടം കൊടുക്കാനുള്ളത് അവന്റെ ഹൃദയത്തിൽ തൃപ്തിട്ട് കൊടുക്കുന്നു. എന്താ അതിന്റെ പിന്നെ ഉദ്ദേശം? ഒരാള് കടണ്ട് മറ്റൊരാൾക്ക് കൊടുക്കണം എന്നുള്ള നിയത്ത് വാങ്ങിയതാണ്, അതിനുവേണ്ടി പരിശ്രമിച്ച് അങ്ങനെ ഇദ്ദേഹം പരിശ്രമിക്കുന്നവനായിരിക്കും മരണപ്പെട്ടു. മറ്റേ ആളുടെ മനസ്സിൽ അള്ളാഹു വിട്ടുകൊടുക്കുക. എന്ത്? അദ്ദേഹം ഒരുപാട് പ്രയാസപ്പെട്ട ആളാണ്, പക്ഷേ ആ കടം തിരിച്ചറിയാൻ ഒരുപാട് അദ്ദേഹം പരിശ്രമിച്ചതാണ്, ഞാൻ അയാൾക്ക് അത് മാപ്പാക്കി കൊടുക്കാന്ന് പറയാനുള്ളൊരു മനസ്സ് മറ്റേക്ക് വരണമെങ്കിൽ അത് അള്ളാന്റെ തൗഫീഖാണ്. ആ തൗഫീഖ് റബ്ബ് നൽകും, നിങ്ങൾ യഥാർത്ഥത്തിൽ വീട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണെങ്കിൽ എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ കൂടെ അള്ളാഹു റസൂൽ ഒരു കാര്യം കൂടി പറഞ്ഞു, എന്നാൽ മൻ അഖദ അംവാലൻ നാസി യുരീദു ഇത്ലാഫഹ അത്ലഫഹു. ഒരാള് ജനങ്ങളിൽ നിന്ന് പൈസ വാങ്ങുമ്പോൾ തന്നെ ഇവൻ അറിയുന്നത്, അടുത്ത ആഴ്ച ഞാൻ ഫോൺ നമ്പർ മാറ്റാൻ പോവാണ്, ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ പോവാണ്, ഇനി മറ്റാളെ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കൂല, അയാളെ കണ്ടാൽ ഞാൻ എവിടുന്ന് മാറി നടക്കുന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ പോയി വാങ്ങുന്നത്? അങ്ങനെ ഉണ്ടോ? അപ്പം ആളുകളുടെ പണം വാങ്ങിക്കുമ്പോൾ തന്നെ ഞാൻ തിരികെ കൊടുക്കൂല എന്ന നീയത്ത് വാങ്ങിക്കുന്ന ആളുകളാണെങ്കിൽ അള്ളാഹു അതിനെ നശിപ്പിച്ചു കളയും. അവൻ എന്നും പ്രാരാബ്ധമായിരിക്കും. നിങ്ങൾ നോക്കി നോക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, കടം വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതിൽ കടത്തിൽ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് വ്യക്തികൾ പരസ്പരമുള്ള ഇടപാടുകൾക്കാണ് മുൻഗണന. കാരണം അള്ളാഹുമായിട്ടുള്ള ഇടപാടുകൾ അള്ളാഹു പൊറുക്കാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ മനുഷ്യരുമായിട്ടുള്ളത് അള്ളാഹു തആല നമുക്ക് പുറത്തു തരുകയില്ല. അത് ആ വ്യക്തി എന്ത് ചെയ്യണം? വിട്ടുവീഴ്ച ചെയ്തു തരണം. അല്ലെങ്കിൽ നമ്മളുടെ ഹസനാത്തുകൾ അയാൾക്ക് നൽകപ്പെടും, അയാളുടെ സയ്യിആത്തുകൾ നമുക്ക് ചുമത്തപ്പെടുകയും
ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ വ്യക്തികളുടെ കടം വീട്ടാനാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. ആ ഒരു മസല ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ കടവുമായി ബന്ധപ്പെട്ട്. ഇനി വ്യക്തികൾക്ക് കൊടുക്കാനുള്ള കടമൊക്കെ നമ്മൾ നോക്കി വീട്ടി. അപ്പൊ നമ്മൾ എഴുതി വെക്കണം എന്ന് പറഞ്ഞു. ആ എഴുതി വെച്ചതൊക്കെ നോക്കി നമ്മൾ എന്ത് ചെയ്യണം? കടം വീട്ടണം. അപ്പൊ ഒരാൾ മരണപ്പെട്ട നമ്മൾ എന്ത് ചെയ്യണം? വീട്ടില് ഒക്കെ അദ്ദേഹം ബന്ധപ്പെട്ടിരുന്ന ആളുകളോടൊക്കെ അന്വേഷിക്കണം. എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിരുന്നോ? എന്തെങ്കിലും എഴുതി വെച്ചതുണ്ടോ? പ്രത്യേകിച്ച് ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയോട്, അല്ലെങ്കിൽ ഉമ്മയോട്, അങ്ങനെയൊക്കെ അദ്ദേഹവുമായിട്ട് അടുത്തിടപഴകിയിരുന്ന ആളുകളോട് അന്വേഷിക്കണം. എന്തെങ്കിലും കടത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ഇനി ഒരാൾ മരിച്ച, ഞാൻ മരിച്ച എൻ്റെ മക്കള് വീട്ടിക്കോളും, അല്ലെങ്കിൽ ഞാൻ മരിച്ച എൻ്റെ വാപ്പ വീട്ടിക്കോളും എന്ന് വിചാരിച്ചിട്ട് ആരും കടം വാങ്ങണ്ട. കാരണം മകന്റെ കടം വീട്ടാൻ വാപ്പക്കോ വാപ്പയുടെ കടം വീട്ടാൻ മകനോ ബാധ്യതയില്ല. ഇവിടെ ആ ധനം ഉണ്ടെങ്കിലല്ലാതെ. എന്നാൽ മയ്യത്തിനോടുള്ള ഇഹ്സാനിൽപ്പെട്ടതാണ്, ചെയ്യുന്ന പുണ്യത്തിൽപ്പെട്ടതാണ് എന്ത്? ആർക്കും കടം ഉണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ നിസ്കരിക്കാൻ വേണ്ടി, മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ചോദിച്ചു, ഹൽ അല സ്വാഹിബിക്കുമിന്റെ, ഈ മയ്യത്തിന് വല്ല കടവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നൊന്നും ഒരാൾ പറഞ്ഞു, നാം ദീനാറാൻ, 2 ദിനാർ, 2 സ്വർണ്ണ നാണയം. ഇന്നത്തെ ഏകദേശം അതായത് 4.25 ഗ്രാമാണ് എന്ത്? ഒരു ദിനാർ എന്ന് പറഞ്ഞാൽ, ഒരു സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്. അപ്പൊ ഏകദേശം 1 പവന് ചില്ലറി. ഇതാണ് അയാൾക്ക് കടമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൊല്ലു അലാ സ്വാഹിബിക്കും, അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ നമസ്കരിച്ചോളൂ, ഞാൻ നമസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ആ കടം ഞാൻ ഏറ്റെടുത്തു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കടക്കാരൻ അവന്റെ കടം ലഭിക്കാനുള്ള വ്യക്തിക്ക് ആ അവകാശം കിട്ടുന്നതും ഇവന്റെ ബാധ്യത തീരുന്നതുമായ രൂപത്തിൽ നീ ഏറ്റെടുത്തോ എന്ന് ചോദിച്ചു. ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടി. ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിച്ചു. പിറ്റേ ദിവസമായപ്പോ അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഫഅല ദിനാറാൻ, ആ 2 ദിനാറിന്റെ കാര്യം എന്തായി? അപ്പോ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നമാ മാത ബിൽ അംസ്, അള്ളാന്റെ റസൂൽ, നിങ്ങൾ ഇടങ്ങേറാക്കില്ല, ഇന്നലെ മരിച്ചിട്ടല്ലോ. നമ്മളെ ഭാഷ പറയുകയാണെങ്കിൽ ഇന്നലെ അങ്ങോട്ട് മരിച്ചിട്ടല്ലോ, ഞാൻ കൊടുത്തോളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു. അള്ളാഹുവിന്റെ റസൂലിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ തന്നെ അദ്ദേഹം പോയി ആ 2 ദിനാർ സംഘടിപ്പിച്ച് ആ കടം വീട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ആ കടം ഞാൻ വീട്ടിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആന ബറുദത് ജിൽദതുഹു, അവന്റെ തൊലിക്ക് തണുപ്പ് തട്ടിയത് ഇപ്പോഴാണ്. അപ്പൊ ഇതിന്റെ ഒരു ഗൗരവം ഈ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെക്കണം. എന്തുകൊണ്ട് എഴുതി വെക്കണം? കാരണം ഇല്ലെങ്കിൽ ആളുകൾ അന്തരാകാശം കോരി വെക്കും, കട അവിടെ തന്നെ ബാക്കിയുണ്ടാവും. സമയം ഓക്കെ. രണ്ടാമത്തെ കടം അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ. അതിൽപ്പെട്ടതാണ് ഒന്ന് സക്കാത്ത്. കണക്കൂട്ടി നമ്മൾ കൊടുത്തിട്ടില്ല, അപ്പൊ നമ്മൾ എഴുതി വെക്കണം. സക്കാത്ത് കൊടുത്താൽ അത് ഇവിടെ എഴുതി വെക്കുക. നൽകിയിട്ടുണ്ട്, ഇന്ന തീയതി വരെയുള്ള എൻ്റെ സക്കാത്ത് കൃത്യമായിട്ട് ഞാൻ കണക്കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ എഴുതി വെച്ചാൽ അൽഹംദുലില്ലാഹ്, ബാക്കിയുള്ളവർക്ക് എളുപ്പമാണ്. ഇനി കൊടുത്തിട്ടില്ല, കയ്യിൽ ക്യാഷ് ആ സമയത്ത് ഇല്ലായിരുന്നു, കൊടുക്കാൻ ബാധ്യത ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, മറ്റുള്ള കാര്യങ്ങളുണ്ട്, അപ്പൊ കൊടുക്കാൻ ബാധ്യത ഉണ്ട്, കയ്യിൽ ക്യാഷ് വന്നിട്ടില്ലാണ്ടെങ്കിൽ അവിടെ എഴുതി വെക്കണം. അതാണ് അള്ളാഹുവിനോടുള്ള കടം എന്ന് പറഞ്ഞത്. അതുപോലെ ഒരാൾ നേർച്ചയാക്കിയിട്ടുണ്ട്, നെസർ ചെയ്ത്. എന്താ നെസർ എന്ന് പറഞ്ഞാൽ? ഞാൻ അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കി എന്ന് ഒരാൾ നാവ് കൊണ്ട് പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൽസാമു മാ ലം യൽസം, നിർബന്ധമല്ലാത്തൊരു കാര്യത്തെ തന്റെ മേൽ സ്വയം നിർബന്ധമാക്കുന്നതിനാണ് എന്ത് പറയാ? നദർ, നേർച്ച എന്ന് പറയും. ഒരാൾ പറയാ, മഗ്രിബ് നിസ്കരിക്കാൻ ഞാൻ എന്റെ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ നേർച്ചയാവോ? മഗ്രിബ് പോലും നേർച്ചയാക്കിയാലും നിസ്കരിക്കണം, നേർച്ചയാക്കിയില്ലെങ്കിലും നിസ്കരിക്കണം, കാരണം അത് ഫർദായത്. എന്നാൽ ഫർദല്ലാത്തൊരു കാര്യം തന്റെ മേൽ സ്വയം നിർബന്ധമാക്കുന്നതിനാണ് എന്ത് പറയാ? നദർ എന്ന് പറയാം. അത് അൺകണ്ടീഷണൽ ആയിട്ട് ഒരാൾ തനിക്ക് സാധിക്കുന്ന നേർച്ച ഒരാൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ. അൺകണ്ടീഷണൽ ആയിട്ട് ഒരാൾക്ക് നേർച്ച ചെയ്യുകയാണെങ്കിൽ അത് നല്ല കാര്യം. അതാണ് യൂഫൂന ബിൻ നദരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ എന്ന് പറയുന്നത്. ആ യൂഫൂന ബിൻ നദർ, നേർച്ചകൾ പൂർത്തിയാക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വല്ല നേർച്ചകൾ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നേർച്ച എന്ത് ചെയ്യണം? ഫുൾഫിൽ ചെയ്യണം. അതേപോലെ തന്നെയാണ് ഹജ്ജ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്.
സാമ്പത്തികമായി കഴിവുള്ള, ആരോഗ്യപരമായി കഴിവുള്ള വ്യക്തി ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ധനത്തിൽ നിന്നും അദ്ദേഹത്തിന് വേണ്ടി ഹജ്ജ് ചെയ്യാനുള്ള ഒരാളെ പറഞ്ഞയക്കാനുള്ള തുക മാറ്റിവെക്കണം. ഹജ്ജ്, കാരണം അത് ആരോടുള്ള കടാണ്? അള്ളാഹുവിനോടുള്ള കടാണ്. അപ്പൊ അദ്ദേഹത്തിന് പോകാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ശാരീരികമായി ബുദ്ധിമുട്ടുകളിൽ ആരോഗ്യമുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, എല്ലാവരും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. സത്യവിശ്വാസികളൊക്കെ ജീവിതത്തിലുള്ള തന്റെ ബാധ്യത നിർവഹിക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി നിയത്താക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കുക, അദ്ദേഹത്തിന് അതിനുള്ള സാമ്പത്തികം ഉണ്ടാവുക. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഹജ്ജ് ആ കടത്തിൽ പെടുന്നു എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, പ്രത്യേകിച്ച് അത്തരത്തിലുള്ള നിർബന്ധമായ ബാധ്യതകളൊക്കെ, ഇപ്പൊ ഒരു സ്ത്രീ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, എൻ്റെ ഉമ്മ മരണപ്പെട്ടു, ഉമ്മയുടെ മേൽ കുറച്ച് നോമ്പ് ബാക്കിയുണ്ട്, അതായത് നോമ്പ് നഷ്ടപ്പെട്ട് നോൽക്കാനുള്ള അവസരം കിട്ടി, പക്ഷെ നോറ്റിട്ടില്ല, നോമ്പ് ബാക്കിയുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ട് എനിക്ക് തോന്നുന്നത് രണ്ട് ഒരേ സംഭവമാണെന്ന് നോക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? മൻ മാത വഅലൈഹി സൗമുൻ സാമ അൻഹു വലിയുഹു. ഒരാള് മരിക്കുകയും അയാളുടെ മേൽ നോമ്പ് ബാക്കി നിൽക്കുകയുമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഉറ്റ കുടുംബത്തിൽ ആരെങ്കിലും, വലിയായ ആരെങ്കിലും ആ നോമ്പ് നോറ്റു വീട്ടുകൊള്ളട്ടെ. നോറ്റു വീട്ടാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അള്ളാഹുവിനുള്ള കടമാണ്, അത് നിങ്ങൾ വീട്ടണം എന്ന് പറഞ്ഞു. അപ്പോ ഇങ്ങനെയുള്ള ഇത് ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. അതാണ് അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ, കടങ്ങൾ എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ചിലപ്പം പള്ളിയിലേക്കൊക്കെ കൊടുക്കാൻ ഏറ്റ തുക ഉണ്ടാവും, മദ്രസയിലേക്ക് കൊടുക്കാൻ ഏറ്റ തുകകൾ ഉണ്ടാവും, അല്ലെങ്കിൽ മാസം തോറും അദ്ദേഹം കൊടുത്തു വരുന്ന വരിസംഖ്യ ചിലപ്പോൾ കൊടുക്കാൻ ബാക്കിയുള്ളത് ഉണ്ടാവും. ഇതൊക്കെ ഇത്തരം ബാധ്യതകളിൽ വരുന്നത്, ഏറ്റെടുത്ത ബാധ്യതകളിൽ വരുന്നതാണ്. അപ്പൊ അതിൽ സമയമെത്തിയ ബാധ്യതകൾ, മരിക്കുന്ന സമയത്ത് സമയമെത്തിയ ബാധ്യതകൾ ഉണ്ടെങ്കിൽ ആ ബാധ്യതകൾ എന്ത് ചെയ്യണം? കൊടുക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ രണ്ട് കാര്യങ്ങളായി. 3, അദ്ദേഹത്തിന്റെ കൈവശമുള്ള അമാനത്തുകൾ, അതായത് മറ്റുള്ളവരുടെ വസ്തുവകകൾ അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചതുണ്ടാവും. വാഹനം അദ്ദേഹത്തിന്റെ കയ്യിൽ, ഞാൻ വിദേശത്ത് പോയിട്ട് വരുന്നവരെ ഈ വണ്ടി നിന്റെ കയ്യിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അങ്ങനെ ആരൊക്കെ എന്തൊക്കെ അമാനത്തായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ അതുപോലെ അതിന്റെ ഉടമസ്ഥർക്ക് എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. അപ്പൊ അമാനത്തുകൾ ഉണ്ടെങ്കിൽ എഴുതി വെക്കണം. ആരോട് പറയണം? തന്റെ ബന്ധുമിത്രാദികളോട് അത് അറിയിക്കണം. അപ്പൊ ചിലപ്പോൾ ഉണ്ടാവും, നമ്മളെ എടുത്ത് ചിലപ്പോൾ നമ്മളെ കീഴിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളൊക്കെ ചിലപ്പോൾ പറയും, എനിക്ക് നിങ്ങൾ മാസ ചെലവിനുള്ളത് തന്നാൽ മതി, ബാക്കി എന്റെ സാലറി നിങ്ങളെ കയ്യിൽ നിന്നോട്ടെ, ഞാൻ ഒരു ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ വാങ്ങാന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ പറയും, ആയിക്കോട്ടെ, നിനക്ക് ആവശ്യം വരുമ്പോൾ നീ ചോദിച്ചു, ഇവിടെ ഉണ്ട്, നിന്റെ ഹക്കാണ്, ഇത്ര ഉണ്ട്. പക്ഷെ നമ്മൾ എവിടെ പറയണം? അക്കൗണ്ട്സിലും കൂടി പറയണം. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ഹക്കുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അത് രേഖയാക്കണം, അല്ലെങ്കിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകളോട് പറഞ്ഞേൽപ്പിക്കണം. അതാണ് അമാനത്തുകൾ തിരിച്ചു കൊടുക്കണം. മറ്റുള്ളവരുടെ ഉടമസ്ഥയിലുള്ള വസ്തുക്കൾ എന്തെല്ലാം ഉണ്ടോ അത് അതിന്റെ അവകാശികൾക്ക് തിരിച്ചു കൊടുക്കണം. 4ാമത്തെ കാര്യം, വസിയത്തുകൾ നടപ്പാക്കണം. വസിയത്തിന് കുറച്ച് നിയമമുണ്ട്. വസിയത്തുകൾ എന്ത് ചെയ്യണം? നടപ്പാക്കണം. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പത്തികമായ ചർച്ചയിൽ വസിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ മരണാനന്തരം തന്റെ സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ എന്ത് ചെയ്യാം? ഇത്ര തുക നൽകണം എന്ന് പറഞ്ഞു എഴുതാം. മരണാനന്തരം എന്ന് പറയുന്നതിനാണ് നമ്മൾ സാമ്പത്തിക രംഗത്ത് എന്ത് പറയാ? വസിയത്ത് എന്ന് പറയാം. സാധാരണ നമ്മൾ പൊതുവായിട്ട് വസിയത്ത് ഉപയോഗിക്കും. എന്താ? എന്ത് ഉപദേശത്തിനും വസിയത്ത് എന്ന് പറയാം. ഞാൻ വസിയത്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഖുതുബകളിലൊക്കെ ഖത്തീബ് പറയും, ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. ആ വസിയത്ത് എന്താ? ഉപദേശിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളത് അത്രയും ആഴത്തിൽ നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം എന്ന് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുന്നു? നിങ്ങളോട് ഉപദേശിക്കുകയാണ് എന്നാണ് വസിയത്ത് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ സാമ്പത്തിക രംഗത്തെ വസിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എന്റെ മരണാനന്തരം സ്വത്തിൽ നിന്ന് ഇത്ര ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറയുന്നതാണ് സാമ്പത്തിക രംഗത്തെ വസിയത്ത്. ഈ വസിയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്,
വസിയത്ത് നമ്മൾ എഴുതുമ്പോൾ അതൊരു സാക്ഷ്യമാണ്. സാക്ഷിയില്ലെങ്കിൽ ആ വസിയത്ത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് അനന്തരാവകാശികളുടെ സ്വാതന്ത്ര്യമായിരിക്കും. ഒരു ചിലപ്പോൾ അത് കയറിയിടും, ചിലപ്പോൾ അത് സ്വീകരിക്കും, ഓരിഷ്ടം. കാരണം സാക്ഷിയില്ല. അപ്പൊ അവർക്ക് ഇത് ഇന്ന വ്യക്തി തന്നെ ചെയ്ത വസിയത്തെന്നറിയാൻ എന്ത് വേണം? സാക്ഷികൾ വേണം. പ്രത്യേകിച്ച് നമുക്കറിയാം, സാമ്പത്തിക ഇടപാടുകളിൽ എത്ര സാക്ഷികളാണ് നമുക്ക് നിർബന്ധമായി പരിഗണിക്കേണ്ട അവസ്ഥയിലേക്ക് അതിനെത്തിക്കുക? 2 സാക്ഷികളാണ്. അപ്പം രണ്ടാമത്തത് എഴുതി വെക്കണം. വസിയത്ത് എന്ത് ചെയ്യണം? എഴുതി വെക്കണം. കാരണം എന്താ വെച്ചാൽ ആ വ്യക്തി അങ്ങോട്ട് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തർക്കങ്ങൾ അതിന്റെ പിന്നിലുണ്ടാകും. അതുകൊണ്ട് കൃത്യമായി തർക്കത്തിന് ഇടയില്ലാത്ത വിധം ആ വസിയത്തിന് എന്ത് ചെയ്യണം? എഴുതി വെക്കണം. മൂന്നാമത്തെ കാര്യം, ഒരാളുടെ വസിയത്ത് 3/1 കൂടാൻ പാടില്ല. അതായത് വസിയത്ത് പ്രകാരം നിങ്ങൾക്ക് സ്വത്ത് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ലിമിറ്റ് എത്രയാണ്? 1/3. അതായത് 3/1 മാത്രമാണ്. അത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പിന്നെ വലിയ ഒരു വേദന ഉണ്ടായി. മരിച്ചു പോകുന്ന ഞാൻ ഭയപ്പെട്ട രൂപത്തിലുള്ള ഒരു വേദന ഇളകി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സന്ദർശിച്ചുകൊണ്ട്, രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി അവിടേക്ക് ഓടി വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, എനിക്കൊരുപാട് ധനമുണ്ട്. വലൈസ യരിസുനി ഇല്ല ഇബ്നത്തുൽ, എന്നാൽ അനന്തരം എടുക്കാൻ ആകെ ഒരു മോളേ ഉള്ളൂ. ഇപ്പൊ ഒരു മോളേ ഉള്ളൂ, ഓൽക്കുള്ളത് ഞാൻ വെച്ചാ പോരെ, ബാക്കിയൊക്കെ സ്വതക്ക് കൊടുക്കട്ടെ. അഫ അതസദ്ദഖു ബിസുലുസൈ മാലി, നിന്റെ സ്വത്തിന്റെ 2/3 ഞാൻ സ്വതക്ക് കൊടുക്കട്ടെ എന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, പറ്റൂല. ഫശ്ശത്ർ, നാ പകുതി കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? പറ്റൂല. വസ്സുലുസ്, നാ 1/3 കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, 1/3 കൊടുത്തോ. അസ്സുലുസ് വസ്സുലുസു കസീർ, 1/3 തന്നെ ധാരാളമാണ്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആളുകൾ റുബുഇലേക്ക് വരികയാണെങ്കിൽ, അഥവാ 1/4 ഭാഗം എന്നതിലേക്ക് വരികയാണെങ്കിൽ വസിയത്തിൽ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് അതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നക യാ സഅദ് ലഅൻ തദഅ വറസതക അഗ്നിയാ ഖൈറുൻ ലക മിൻ അൻ തദഅഹും ആലതൻ യതകഫഫൂന അന്നാസ്. ജനങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടുന്നവരായി നിന്റെ അവകാശികളെ വിട്ടുപോകുന്നതിനേക്കാൾ നല്ലത് ഈ സ്വത്ത് നീ അവർക്ക് വേണ്ടി വിട്ടേച്ചു പോകുന്നതാണ് സഅദേ. എന്നിട്ട് പറഞ്ഞു, പിന്നെ ഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹ അല്ലാഹ് ഇല്ലാ ഉജിർത അലൈഹാ ഹത്ത ലുഖ്മത തദഉഹാ ഫി ഫൈ ഇംറഅതിക. നീ നൽകുന്ന ഓരോ തുട്ടും അല്ലാഹുവിൽ നിന്ന് നിനക്ക് പ്രതിഫലം ലഭിക്കുന്ന സ്വതക്കയാണ്, നിന്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഉരുള പോലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ